മോദിയോട് മുസ്ലിമുകൾക്ക് എന്താണ് ഇത്ര പക? ഇത് ഞാൻ മാഷെ കാണുമ്പോൾ ചോദിക്കാനിരുന്ന ചോദ്യമാണ്. അതിന് പെട്ടെന്ന് ഇന്നലെ ഒരു സന്ദർഭവും കൂടി ഉണ്ടായി. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ജാഥ തേജസ്വി യാദവിൻ്റെ തോളിൽ കയറി രാഹുൽ ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ബംഗാളിലൊരു സ്ഥലത്തെത്തിയപ്പോൾ മൈക്ക് വെച്ച് മോദിയെയും മോദിയുടെ മരിച്ചുപോയ അമ്മയും ചേർത്ത് നമുക്ക് പറയാൻ പറ്റാത്ത അശ്ലീലം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെയൊക്കെ ബംഗാളിൽ വലിയ കലാപമായിരുന്നു, അല്ല ബീഹാറിൽ വലിയ കലാപമായിരുന്നു. കോൺഗ്രസിൻ്റെ ഓഫീസുകളും കോൺഗ്രസ്സുകാരൊക്കെ ഓടിച്ചിട്ട് അടിമേടിക്കുകയാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ അങ്ങനെ ഈ മോദിക്കെതിരെയും മോദിയുടെ സ്വർഗീയ മാതാവിനെതിരെയും കേട്ടാൽ അറയ്ക്കുന്ന ഇവരെ രണ്ടുപേരെയും ചേർത്താണ് അശ്ലീലം പറഞ്ഞത്. അത്തരം അശ്ലീലം പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് മുഹമ്മദ് റിസ്വി എന്നാണ്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല മതപരമായ ഒരു പക കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും അറിയാവുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലർക്കും മോദിയോട് ഭയങ്കര ദേഷ്യമാണ്. ഞാനിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, മോദിയുടെ മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം. മോദി ഇപ്പോൾ 11 വർഷം പൂർത്തിയാക്കുന്നു. 11 വർഷത്തിനിടയ്ക്ക് മുസ്ലിം സമുദായത്തിൻ്റെ എന്തെങ്കിലും അവകാശം വെട്ടിക്കുറച്ചതായിട്ട് നമുക്കറിയില്ല. ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെയുള്ള ഫണ്ടൊക്കെ കൂട്ടിയിട്ടേ ഉള്ളൂ. മുസ്ലിമുകളുടെ വോട്ടവകാശം റദ്ദാക്കിയിട്ടില്ല. അവർ 2ാം തരം പൗരന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല. അവരെ എല്ലാവരെയും ഒരുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിച്ച് കാണുന്ന ഒരു പ്രധാനമന്ത്രിയോട് എന്തിനാണ് ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക്, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, എന്നാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും നമ്മൾ സമ്മതിക്കാതെ പറയുന്നത് ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും മോദി എന്ന് കേൾക്കുമ്പോൾ പകയാണ്. എന്താണ് ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രധാനമന്ത്രിയോട് പക തോന്നാനുള്ള കാരണം? മാഷ് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒടുവിൽ വന്നത് ലോകമെങ്ങുമുള്ള, ഇന്ത്യയിലെ മാത്രമല്ല ലോകമെങ്ങുമുള്ള മുസൽമാന്മാർക്ക് അങ്ങേയറ്റം അപമാനകരമായ വാർത്തയാണിത്. മോദിയെയും അമ്മയെയും ചേർത്ത് ചീത്ത വിളിച്ചത്, അത് ഒരു പൊതുവേദിയിൽ വന്ന് മൈക്കിൽ വിളിച്ച് പറഞ്ഞത് ഒരു മുസൽമാനാണ് എന്നത് ഇന്ത്യക്കാർക്ക് എന്നതിലേറെ ലോകമെങ്ങുമുള്ള മുസ്ലിം സമുദായത്തിന് അങ്ങേയറ്റം അപമാനകരമാണ്. അവനെ എന്നേക്കുമായി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നും അവനെ മനുഷ്യവിരുദ്ധനും ഇസ്ലാമിക വിരുദ്ധനുമായി പ്രഖ്യാപിക്കുകയാണ് ലോകത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആദ്യം ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നന്നായി അവൻ ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നവരുണ്ട്. അത് എങ്ങനെയാണ് സാർ? എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം ഒരു പക്ഷേ ഇത്ര ഗംഭീരമായിട്ട് ഇത്രമേൽ മഹത്തരമായിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞു, അങ്ങേക്ക് അറിയാലോ, അത് കൃത്യമായിട്ട് അറിയാലോ. നിങ്ങൾ സ്വർഗം അന്വേഷിച്ച് മറ്റെവിടെയും പോകരുത്, അമ്മയുടെ പാദത്തിലുണ്ട്, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഇതിന് സമാനമായി ഞാൻ കണ്ടത് ഭാരതീയ ദർശനത്തിൽ ഇതിന് സമാനമോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായോ ഒന്ന് കണ്ടത് ഈ ഗണപതിക്കും സുബ്രഹ്മണ്യനും ഒരു മത്സരം കൊടുത്തല്ലോ. അച്ഛൻ പരമശിവൻ, നിങ്ങളിൽ ആരാണ് കേമൻ എന്ന് തീരുമാനിക്കാൻ ഞാനൊരു മത്സരം തരാം, നിങ്ങളൊന്ന് ഉലകം ചുറ്റി വരൂ എന്ന് പറയുന്നുണ്ട്. ഉലകം ചുറ്റി വരുമ്പോൾ തീർച്ചയായും മയിലിൻ്റെ പുറത്തേറി സുബ്രഹ്മണ്യ ഭഗവാൻ ഉലകം ചുറ്റി വന്നു. ആ സമയത്ത് ഇവൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഗണപതി. അപ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് നീ ചേട്ടൻ ജയിച്ചു വന്നത് കണ്ടില്ലേ, നീ എന്താ അനങ്ങാതിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും ചുറ്റി വന്നല്ലോ, 1 വട്ടമല്ല 7 വട്ടം ചുറ്റിയല്ലോ. എൻ്റെ അമ്മയും അച്ഛനും ചുറ്റി. അച്ഛനമ്മമാരെ 7 വട്ടം ചുറ്റി വരുന്നതാണ് ചുറ്റുന്നതിനേക്കാളും വലിയ പുണ്യമെന്നും ഇതിനേക്കാൾ വലിയൊരു തീർത്ഥം ഭൂമിയിൽ ഇല്ല എന്നും പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രവാചകന്റെ ഈ വചനം, മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന വചനമാണ് ഏറ്റവും വിശുദ്ധമായ മാതാവിനെ കണ്ടത് എന്ന് കരുതിയിരുന്നു. അതിനേക്കാളും ഗംഭീരമായ തരത്തിലാണ് ഗണപതി ഭഗവാന്റെ ഈ ദർശനം. ഞാൻ പറഞ്ഞത്, ഇത് വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അമ്മയെ ചേർത്ത്, ഏത് അമ്മയുടെ കാൽച്ചുവട്ടിലാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന്, അമ്മയെ അപമാനിക്കുന്നത്, അമ്മയെ ആക്ഷേപിക്കുന്നത്. സാറിന് അറിയാം, ലോകത്തിലെ അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള ഏറ്റവും ഭീകരമായ തെറി അമ്മയുമായി ചേർത്ത് വെച്ചതാണ്. മറ്റെന്തും സഹിക്കും. അവസാനം ഒരു മനുഷ്യനോട് പറയാൻ പാടില്ലാത്തത് ആണ് ഇപ്പോൾ ഈ ആദ്യം വിളിച്ചു പറഞ്ഞത്, അതും പൊതുവേദിയിൽ പറഞ്ഞത്. ഒരിക്കലും ഒരു മുസൽമാനെ യോജിക്കാൻ പറ്റിയൊരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ജനാധിപത്യവാദികളാണെങ്കിൽ ആദ്യം വിശ്വസിക്കേണ്ടത് എന്താണ്? ഇത് ഞാൻ എന്നും കലഹിക്കുന്നതാണ്, സാറിന് അറിയാലോ. ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളവന് മാത്രം നാട് ഭരിക്കാനുള്ള അവകാശമല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തവനും ഭരിക്കാനുള്ള അവകാശം. അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തവന് ഭരിക്കാനുള്ള അവകാശം ആകുമ്പോഴല്ലേ ജനാധിപത്യം ആവുന്നുള്ളൂ. അല്ലെങ്കിൽ രാജാധിപത്യമല്ലേ. ഞാനും എൻ്റെ മക്കളും ഭരിച്ചാൽ മതിയും തീരുമാനിച്ചാൽ സുൽത്താന്മാർ ഭരിച്ചാൽ പോരെ. അതിലെന്താ അർത്ഥമുള്ളത്? അതിന് പകരം എനിക്കിഷ്ടമില്ലാത്തവൻ നാട് ഭരിക്കുമ്പോൾ എനിക്ക് വിജിലൻ്റ് ആവാം. എനിക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഒന്നുകിൽ എനിക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഏതെങ്കിലും നിയമനിർമ്മാണം, സാറ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസൽമാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പൗരാവകാശങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ 3 തരത്തിൽ നിങ്ങൾക്ക് അതിനെ നേരിടാം. ഒന്ന്, പാർലമെൻറ്റിൽ അതിനെതിരായി സംസാരിക്കാം. 2, ജനാധിപത്യ
സംവാദ രീതിയിൽ ഭരണഘടനാനുസൃതമായ മാർഗത്തിൽ, നിയമാനുസൃതമായ മാർഗത്തിൽ പുറത്ത്, പാർലമെന്റിന് പുറത്ത് നടക്കുന്ന സംവാദങ്ങളിൽ ഇടപെടാം. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം. ഈ 3 മാർഗത്തിൽ അല്ലാതെ എങ്ങനെയാണ് ഈ മോദിയെ ഏതെങ്കിലും ഒരു ശത്രുവായി പ്രഖ്യാപിക്കുക? മോദി ജയിച്ച് വന്ന അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ്, ഞാൻ ഇവരോടൊക്കെ കലഹിക്കുന്നതാണ് സാർ. എല്ലാവരോടും എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഉച്ചരിച്ചു തുടങ്ങുക. മോദി ഒരു വ്യക്തിയല്ലല്ലോ. ഇന്ത്യയിലെ ജനാധിപത്യപരമായ അവകാശം അനുസരിച്ച് ജയിച്ചു വന്ന ഒരാളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ്. എൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ അംഗീകരിക്കാത്ത കാലത്തോളം അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് എവിടെ അവകാശം? എന്താ അവകാശം? എൻ്റെ പ്രധാനമന്ത്രി എന്ന് നരേന്ദ്രമോദിയെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തിന് പുറത്താണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഞാൻ അംഗീകരിക്കുന്നില്ല, ജനാധിപത്യത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ഈ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു തരത്തിലും പൊറപ്പിക്കാൻ പാടില്ല. അതെന്തായിരിക്കും സാർ ഈ പറഞ്ഞതുപോലെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മോദി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായ ഇറിറ്റേഷൻ, പക വരുന്നത്? മോദി എന്താണ്? മോദി മുസ്ലിമുകൾക്കെതിരായിട്ട് കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇവരാകെ വന്നതിന് ശേഷമല്ല സാർ മോദിയുടെ ഭരണക്രമങ്ങൾ എന്തെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? മോദിയുടെ ഭരണ നടപടികളോ, മോദി ഇതപര്യന്തം കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഡിബേറ്റ് വരുമ്പോൾ അതിൻ്റെ പ്ലസും മൈനസും പറയാം. അതേസമയത്ത് മോദിയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വിലയിരുത്താനേ തയ്യാറല്ലല്ലോ. മോദിയാണോ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, മോദി എന്ത് ചെയ്താലും അംഗീകരിക്കില്ല. അതിനൊരു ചരിത്രപരമായി ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു അജണ്ട പഴയ ഗുജറാത്താണ്. ഇദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഒരു കലാപം ഉണ്ടാകുന്നു. ആ കലാപം തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആദ്യത്തേതൊന്നുമല്ല. ഇന്ത്യയിൽ ഗുജറാത്ത് കലാപത്തിന് തൊട്ട് മുമ്പ് ഗോദ്ര ഉണ്ടായിരുന്നു. ഗോദ്രയെ കുറിച്ച് ഗോദ്രയിലാണല്ലോ തുടങ്ങുന്നത്. ഗോദ്ര എന്ന് പറയുന്ന ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അവഗണിക്കുകയും എന്നിട്ട് ഗുജറാത്തിനെ കുറിച്ച് പറയുകയും, ഗോദ്രയിൽ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട്, അതിനൊരു തിരിച്ചടി ഉണ്ടായാൽ മോദി ആ കൊള്ളൂലാണ്. അതിന്റെ ഒരു നെറേറ്റീവ് വന്നത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതുമല്ല. അഹമ്മദാബാദ് ഇന്ത്യ ചരിത്രത്തിൽ എത്ര തവണ വർഗീയ കലാപങ്ങൾ കൊണ്ട് കത്തിയാളിയ നഗരമാണ്. ഇത് മോദി വന്നപ്പോൾ മാത്രം ഉണ്ടായതാണോ? മോദി വന്നതിന് ശേഷം കലാപങ്ങൾ കുറവാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും, പ്രത്യേകിച്ച് എല്ലാ മുസ്ലിം സമുദായ സംഘടനകളോടും സുഹൃത്തുക്കളോടും ഞാൻ നിരന്തരം കലഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഗുജറാത്തിലെ ഒരു വർഗീയ കലാപം മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആയിരുന്ന കാലത്ത് ഉണ്ടായി എന്നത് ശരിയാണ്. ആ കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം. ഗോദ്ര ഉണ്ടായിട്ടുണ്ട്, അതിന് ഗോദ്ര ശരിയായിരുന്നു എന്ന് ആലോചിക്കണം. ആരായിരുന്നു ഗോദ്രയ്ക്ക് ഉത്തരവാദി എന്ന് ആലോചിക്കണം. അതിന്റെ തുടർച്ചയായിട്ടുള്ള റെസ്പോൺസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് മഹാനഗരങ്ങൾ ഇപ്പോഴും അറിയപ്പെടുന്ന വർഗീയ കലാപങ്ങളുടെ പേരിലാണ്. ഭിവണ്ടി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അയച്ചത് ഭിവണ്ടി, നെല്ലി, ജാംഷഡ്പൂർ, അലീഗഡ് എന്ന് ഞാൻ കേട്ട് പഠിച്ചത് യൂണിവേഴ്സിറ്റിയുടെ പേരിലല്ല. നിരന്തരമായി ഒരിക്കലും ഉണങ്ങാത്ത ചോരകളുടെ വർഗീയ കലാപത്തിന്റെ പേരിലാണ്. ഈ നാടിനെ ഈ കലാപഭൂമികളിൽ ഇപ്പൊ സമാധാന ഭൂമികളാണല്ലോ. എന്ത് പറ്റി? നരേന്ദ്രമോദി വന്നപ്പോൾ ഞാൻ അവരോട് പറയാതെ, ഒരു ഗുജറാത്തിനെ ചൊല്ലി ആ മനുഷ്യനെ നിങ്ങൾ ഭരിക്കാൻ വിടാതിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിരന്തരമായി വർഗീയ കലാപം നടന്നിരുന്ന മണ്ണുകളിലൊക്കെ സമാധാനം വന്നല്ലോ. അത് നിങ്ങൾ എന്താണ് കാണാത്തത്? വർഗീയ കലാപങ്ങളുടെ എവിടെയാണ് സർ? 2002 ഗുജറാത്ത് വന്നിട്ട് 2024 ഒരു മണിപ്പൂറല്ലേ നമ്മൾ കേട്ടുള്ളൂ. അതെ, ചെറിയ കാര്യമല്ല. ഇത് അംഗീകരിക്കാൻ ആദ്യം തയ്യാറാകേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. 2, നരേന്ദ്രമോദിയോടുള്ള വിരോധം ഗുജറാത്ത് കലാപമാണെങ്കിൽ കലാപങ്ങളുടെ ഒരു കണക്ക് സൂക്ഷ്മമായും വസ്തുനിഷ്ഠമായും പരിശോധിച്ചിട്ട് ഇന്ത്യയെ വിലയിരുത്താൻ തയ്യാറാവണം. അപ്പം അങ്ങനെ മോദിക്ക് മാർക്കിടണം. 2, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയണമെങ്കിൽ എന്താ മോദിക്ക് ഞാൻ പറയുന്നത്? മോദി മുസ്ലിം വിരുദ്ധം എന്ന് പറയുന്നത് എന്തിന്റെ കണക്കിലാണ്? ഹിന്ദു എന്ന വാക്കും ഹിന്ദുത്വം എന്ന രാഷ്ട്രീയവും ഹൈന്ദവ സംസ്കാരവും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ സംസ്കാരത്തിന്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ പറയും ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ഒന്നാമത്. അതെങ്ങനെയാ? ഇന്ത്യയിൽ ഇന്നോളം അത് മുസ്ലിം സമുദായത്തിലെ അക്ഷരാഭ്യാസമുള്ള ആൾപ്പാർപ്പുള്ള ആത്മീയ നേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എൻ്റെ കണ്ണ് തുറപ്പിച്ച ഏറ്റവും വലിയ ആചാര്യന്റെ പേര് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നാണ്. നമ്മുടെ പൊന്നാനിയിലെ അദ്ദേഹത്തിന്റെ ഫത്വ ഉണ്ട്, അൽ ഹിന്ദ് ദാറുൽ ഇസ്ലാം. എന്താ അർത്ഥം എന്നറിയോ? ഇന്ത്യ ലോകത്തിലെ ഇസ്ലാമിന്റെ സുരക്ഷിത ഭവനമാണ്. അദ്ദേഹം പറയുന്നത് 15-16 നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭൂമിയിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്,
അന്ന് 10-30 രാജ്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ 51, സാറിന് അറിയാലോ, 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. അന്നും ഇന്നും എനിക്കും സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മുസൽമാൻ ആത്മാഭിമാനത്തോടെ, സുരക്ഷിത ബോധത്തോടെ, അന്തസ്സോടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് സർ. ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയത് ആരാ? സൈനുദ്ദീൻ മഖദൂം തൊട്ടുള്ള എത്രയോ മഹാന്മാരായ ഇന്ത്യൻ പണ്ഡിതന്മാരാണ്, ഇന്ത്യൻ ദാർശനികന്മാരാണ്, ഇന്ത്യയിലെ മുസ്ലിം ആത്മീയാചാര്യന്മാരാണ്. അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിന്റെ മഹത്വം എന്താ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ അജണ്ടയിലുള്ള, എവിടെ, ചിക്കാഗോ പ്രസംഗത്തിൽ 34 രാജ്യങ്ങളിൽ നിന്ന് വന്നല്ലോ, അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിൽ സമ്പന്നമായിട്ടുള്ള ഒരു വാക്ക് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല. അതാണ് ഇന്ത്യയുടെ മഹത്വം. വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻനെസ് എന്ന് ചോദിച്ചു പറഞ്ഞു ഉത്തര. അദ്ദേഹം പറഞ്ഞ എന്താ? നിങ്ങൾക്കൊക്കെ പുറത്താക്കലുണ്ട്, ഊരുവിലക്കലുണ്ട്, കാഫറാക്കലുണ്ട്, ബഹിഷ്കരിക്കലുണ്ട്, ഉണ്ടല്ലോ, ഞങ്ങൾക്കതില്ല. ഞങ്ങള് ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ചതുർത്ഥിയാണല്ലോ ഭാരതാംബ എന്ന് പറഞ്ഞാൽ. ഈ അമ്മയുടെ പേരാണ് ഭാരതാംബ. അതിന്റെ ദേവീ സങ്കല്പമാണ് ആ ചിത്രം. അതിന്റെ മുമ്പിലാണ് ഒരു പുഷ്പാർച്ചന നടത്തുമ്പോൾ വലിയ കലാപം ഉണ്ടാക്കുന്ന ഇവിടുത്തെ വിപ്ലവകാരികൾ. ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഗുണഭോക്താക്കൾ, ഭാരതീയ സംസ്കാരം എന്ന് മോദി ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ പേരിലും തള്ളിപ്പറയാൻ പാടില്ല. 3, നരേന്ദ്രമോദി കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളുടെ പേരിൽ നരേന്ദ്രമോദി, ഈ സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്, മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ സാമാന്യ ബോധമുള്ള അഭ്യസ്തവിദ്യരായ മുസ്ലിം പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും ചിന്തകന്മാരും മുന്നോട്ട് വെച്ച നീക്കം ഇപ്പോഴും കൃത്യമായി ഒരു ആക്ഷൻ പ്ലാൻ ഇട്ട് മുന്നോട്ട് പോകുന്ന ആരാണ്? മുത്തലാഖ് നിരോധിച്ചു. മുത്തലാഖ് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീക്ക് നൽകിയ മുത്തലാഖിന്റെ നിരോധനം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീക്ക് നൽകിയ സുരക്ഷ ആരാണ് കൊടുത്തത്? 2, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ സാമാന്യ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഉത്ബുദ്ധരായ മനുഷ്യരാണ് ആദ്യം ഒച്ച വെച്ചിരുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണം. ഇപ്പോഴും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നത് ആരാണ്? 3, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വഞ്ചിച്ച ഒരു നിയമമാണ് സ്ത്രീകളുടെ സംവരണം. പാർലമെന്റിലും നിയമസഭയിലുള്ള സംവരണം ആരാ കൊണ്ടുവന്നത്? ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കണ്ടേ? ഈ നിയമങ്ങളിലൊക്കെ വോട്ടവകാശം കൊടുക്കണ്ടേ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിക്കെതിരായി ഒരു കോടതി വിധിയെ മുൻനിർത്തിയിട്ട് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത് രാമജന്മഭൂമി പ്രശ്നമാണ്. 50 കൊല്ലത്തെ, ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 50 കൊല്ലത്തെ ഇന്ത്യൻ മുസ്ലിമിൻ്റെ പൊളിറ്റിക്കൽ ആയുസ്, രാഷ്ട്രീയ ആയുസ്, സമാധാനക്കേട്, ഇത് മുഴുവൻ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ എന്നേക്കുമായിട്ട് പരിഹരിച്ചല്ലോ. എന്താ പരിഹാരം? സർക്കാരിൻ്റെയും കോടതിയുടെയും മേൽനോട്ടത്തിൽ ശ്രീരാമ ജന്മഭൂമി എന്ന ഒന്ന് ഭൂമിയിൽ മറ്റൊരിടത്ത് സാധ്യമല്ല. വിശ്വാസത്തിന്റെ അവിടെ മാത്രമേ പറ്റൂ, അവിടെ പറ്റൂ. അവിടെ പള്ളിക്ക് അങ്ങനെ യാതൊരു നിബന്ധനയില്ല. അത് എവിടെയും ആവാം. അയോധ്യയിൽ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. ഇനി അപ്പുറത്ത് ഒരു ഗംഭീരമായ പള്ളി, ഇതിന് തത്തുല്യമായൊരു പള്ളി, ലോകോത്തരമായ ഒരു മാനവ ആരാധനാലയ കേന്ദ്രം വേണം എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ അപ്പുറത്ത് ബന്ദിപ്പൂരിൽ ഇപ്പോൾ പള്ളിയുടെ നിർമ്മാണം. ഞാൻ പറയുന്നത്, ഈ തലവേദനയൊക്കെ ഇന്ത്യൻ മുസൽമാന്റെ ആയുസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞത് ആരാണ്? ഈ ചോദ്യമൊക്കെയാണ് ചോദിക്കേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യേണ്ടത് നരേന്ദ്രമോദിയെ പോസിറ്റീവായിട്ട് വിലയിരുത്തുക. അതിനൊക്കെ വേണ്ടത് എന്താ? ഇത് എൻ്റെ രാജ്യമാണ് എന്ന് അംഗീകരിക്കണം, എൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുസരിക്കണം, എൻ്റെ രാജ്യം ജനാധിപത്യമാണ്. എൻ്റെ രാജ്യമാണെന്ന് അംഗീകരിക്കാത്തവർ ഈ കമ്മ്യൂണിറ്റിയിലുണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ധാരാളം ഉണ്ട് സാർ, ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് വിശ്വസിക്കാത്തവനാണ് പാൻ ഇസ്ലാമിസ്റ്റ്, അവനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ്. അവന് ലോകമൊട്ടാകെ ഒരു ഇസ്ലാമാണ്. അതുകൊണ്ടാണ് അവൻ ലോകമെങ്ങുമുള്ള ഒരു വേഷവിധാനം ഇസ്ലാമിൻ്റെ വേഷവിധാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അവനാണ് ഈ ജിന്നുകളുടെ വേഷം ധരിച്ചിട്ട് പാവങ്ങളായ ഈ കുട്ടികളെ രാവിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് ഇന്ത്യയാണെന്ന് അംഗീകരിക്കണം, ഇന്ത്യൻ ജനാധിപത്യമാണ് അംഗീകരിക്കണം, ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നെ പോറ്റി വളർത്തിയതെന്ന് അംഗീകരിക്കണം. സാറിന് ഞാൻ അത്ഭുതകരമായ പല കഥകളും ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് സമയം കുറവാണ്, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇവിടെ ഈ ജാതി ആചാരം മൂലം പലപ്പോഴും അവർണ ജനത വലിയ അടിമത്തം അനുഭവിച്ചപ്പോൾ പോലും ഈ വൈദേശിക സമൂഹത്തെ നെഞ്ചേറ്റി ലാളിച്ചവരാണ് ഇവിടുത്തെ ഈ ഹൈന്ദവ സമൂഹം ഒന്നാകാൻ. ജാതി ഉണ്ടായിരുന്നില്ല. അവർണനും സവർണനും ഒരുപോലെ മുസൽമാനെ ബഹുമാനിച്ചിരുന്നു. ഞാൻ എപ്പോഴും പറയാറ്, സാറിനോട് ഞാൻ പങ്കിട്ടൊരു ഉദാഹരണമുണ്ട്. 1936 കൃഷ്ണേട്ടൻ, മിതവാദി കൃഷ്ണേട്ടൻ, ഈഴവനാണ്. അദ്ദേഹത്തിന് കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ ഈഴവന്മാർക്ക് നടക്കാൻ അന്ന് ചില അതെ, അദ്ദേഹം എന്നിട്ട് ബലമായി നടന്ന് അദ്ദേഹം അറസ്റ്റ് വരിച്ചു 1936. എന്നാൽ 14, 15, 16 നൂറ്റാണ്ടുകളിൽ പോലും മുസൽമാന്മാർക്ക് ആ വിലക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല രേവതി പട്ടത്താനത്തിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂമും
കുഞ്ഞാലി മരക്കാരും ഈ ഷാബന്ദർ ഇബ്രാഹിം കോയയും ഒക്കെ സാമൂതിരിയുടെ ഉദ്യോഗസ്ഥ പ്രമാണിമാരാണ്, സൈനിക മേധാവികളാണ്, വ്യാപാര വകുപ്പിന്റെ തലവനാണ്, ഈ പോർട്ടിന്റെ തലവന്മാരാണ്, അഡ്വൈസർമാരാണ്. മുസ്ലിം ഞാൻ പറയുന്നത് ഇവരൊക്കെ ആദരിക്കപ്പെട്ടൊരു നാടാണ്. ആ ആദരവ് ആരാണ് കളഞ്ഞത്? മോദിയാണോ കളഞ്ഞത്? ആ ആദരവ് കളഞ്ഞത് ഈ രാജ്യം എൻ്റേതല്ല എന്ന് തോന്നലുണ്ടാക്കുമ്പോൾ, പോർച്ചുഗീസുകാർ വന്ന് സാമൂതിരി മഹാരാജാവിന് ഉപരോധം നടത്തുമ്പോൾ, പോർച്ചുഗീസുകാർ ഉപരോധം നടത്തിയപ്പോഴും ഹൈദരാലി ഉപരോധം നടത്തിയപ്പോഴും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിച്ച സമീപനം എന്താണെന്നറിയോ? ചിലർ ഒറ്റപ്പെട്ട് ഇപ്പോൾ നമ്മളവരൊക്കെ അറക്കൽ സുൽത്താനെ പോലുള്ളവർ അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ വന്നു. അതേസമയത്ത് ഇവിടുത്തെ ആത്മീയാചാര്യന്മാർ അന്ന് ചെയ്തത് ലോകമെങ്ങുമുള്ള മുസ്ലിം ചക്രവർത്തിമാർക്ക് കത്തയക്കുകയാണ്. എൻ്റെ രാജാവ് പ്രതിസന്ധിയിലാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ സൈന്യത്തെ അയച്ച് ഞങ്ങളെ രക്ഷിക്കണം, പറ്റില്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. ആ നാടിൻ്റെ പേരാണ് ഇന്ത്യ. അത് ആദ്യം അംഗീകരിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. അതെ അതെ, അപമാനകരമാണെന്ന് മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റി മനസാക്ഷിയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നാകെ ലോക മനസാക്ഷിയോട് മാപ്പ് പറയും. ഞാൻ ആലോചിക്കുകയാണ്, കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെ അപലപിച്ചിരുന്നുവെങ്കിൽ ആ പാർട്ടിയുടെ ലീഗ് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും ഒറ്റക്കെട്ടായി ആ ചെകുത്താനെ ഞങ്ങൾ തള്ളി പറയുന്നു എന്ന് പറയണം. അവൻ മനോരോഗിയാണെന്ന് പറയണം. അതാണ് പരിഹാരം. അത് കുറഞ്ഞ പരിഹാരം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം നേതൃത്വം അത്തരത്തിലേക്ക് ഉയർന്നിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു അധപ്പതനം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഇവനെയൊക്കെ മൗനം കൊണ്ടെങ്കിലും പിന്തുണക്കുന്ന ഒരു മുസ്ലിം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റിക്കും രാജ്യത്തിനും അപമാനകരമാണ്. അത് കാണേണ്ടവർ കാണട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.